വലിയ എക്കോറിയായ മറൈൻ വേൾഡ് കാണാൻ പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന്. സ്ഥലം വരുന്നത് നമ്മുടെ ചാവക്കാട് പഞ്ചവടിയിലാണ്, പഞ്ചവടി ബീച്ചിന്റെ അടുത്തായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീ വന്നിട്ട് ജനറൽ ആയിട്ട് 400 രൂപയും, പിന്നെ സീനിയർ സിറ്റിസന് 350, പിന്നെ കുട്ടികൾക്ക് 300 രൂപയാണ് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചോപ്പ് കാറുണ്ട്, പത്മിനിയെന്ന് തോന്നുന്നു, ഏതാ കാറിന് എനിക്ക് മനസ്സിലായില്ല. കണ്ടിട്ടൊരു പത്മിനി ലുക്കുള്ള കാറിൻ്റെ ഉള്ളിൽ കുറേ മീൻകുട്ടികളെ കാണാം. പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറേ കളർഫുൾ മീൻകുട്ടികളെ കാണാം. ചോപ്പ, പച്ച, മഞ്ഞ, വയലറ്റ്, അങ്ങനെ കുറേ കളർ. എനിക്ക് ഇത് കണ്ടപ്പോൾ മറ്റേ കോഴിക്കുട്ടികളാട്ടോ ഓർമ്മ വന്നത്. നമ്മൾ മറ്റേ കളർഫുൾ കോഴിക്കുട്ടികളെ വാങ്ങാൻ കിട്ടില്ലേ, അതുപോലെ തോന്നി എനിക്ക്. ഞാൻ അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസമായിട്ട് ഈ മറൈൻ വേൾഡ് കാണാനായിട്ട് പോയത്. അപ്പം ഞാൻ വിചാരിച്ചു ആരും ഉണ്ടാവില്ല, സുഖമായിട്ട് വീഡിയോ എടുക്കാം, മഴയല്ലേ, മഴയത്ത് ആര് വരാനാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് അവിടെ അടുത്തൊന്നും കാറ് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ആ മഴയത്ത് പോലും. ഈ മീൻകുട്ടിനെ തന്നെ നല്ല ഇഷ്ടമായിട്ടോ. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു കേട്ടോ അവിടെ നിന്നിട്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മീനുകൾ ഉണ്ട് കേട്ടോ. പിന്നെ അവരുടെ പേരും നാടും വീടും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും സൈഡിൽ. എല്ലാ മീനുകൾക്കും സൈഡിൽ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ വായിച്ച് പഠിച്ചിട്ടൊക്കെ പോവാം. ഹായ് ജീംബൂമ്പ. ആക്ച്വലി ഉണ്ടല്ലോ, ഇത് പണ്ട് ഇതിൻ്റെ കൈയൊന്നും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കൈ ഒടിഞ്ഞു. ഞാൻ അവിടെ പണ്ട് വന്നിട്ടുണ്ട്. പണ്ട് വന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ അവർ മാറ്റിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. ഒരു ഗ്ലാസിൻ്റെ മേലെ കൂടെ നടക്കുന്നത്. ഈ ഗ്ലാസിൻ്റെ മേലെ കൂടെ നടക്കുമ്പോൾ നമ്മളെടുത്ത് അവർ ചെരുപ്പ് ഊരി കൈ പിടിക്കാൻ പറയും കേട്ടോ. ഇവരിങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഓരോ സെക്ഷനിൽ ഓരോ ടീം പോലെയാണ് ഇത്. ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് നടന്ന് നമ്മളെ കൈയും കാലൊക്കെ വേദന തുടങ്ങി. കാരണം ഇവിടെ കുറേ നടക്കാനുണ്ട്, ഒരു 1 hour ഉണ്ടാവും. ഞങ്ങൾ വേഗം നടന്നിട്ട് വരെ നമുക്കൊരു 45 minutes കിട്ടും. അപ്പോൾ നന്നായി കണ്ടാസ്വദിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ കാണാനുള്ളതുണ്ട്. ഇത് നമ്മളുടെ മീൻ മസാജ്, എന്താ പറയുക, ഫിഷ് സ്പാ എന്നാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെ കാലിന്മേൽ നമ്മൾ മീൻകുട്ടന്മാർ വന്ന് ഇക്കിലേക്ക് നമ്മുടെ അഴുക്കൊക്കെ തിന്ന് നമ്മൾ കാല് നല്ല വൃത്തിയാക്കുന്ന സ്ഥലമാണിത്. ഇവിടെ കുറെ കുഞ്ഞു മീനുകളും പിന്നെ വലിയ മീനുകളും ഉണ്ട് കേട്ടോ. വലിയ മീനുകൾ നമ്മളെ കാല് മസാജ് ചെയ്യാനൊന്നും വരില്ല. കുഞ്ഞു മീനുകളാണ് കേട്ടോ നമ്മളുടെ കാല് കൊത്താനൊക്കെ വരുന്നത്. ഞാൻ പിന്നെ അധികം നേരം ഒന്നും ഇട്ടില്ല. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇക്കിലായിട്ട് ഞാൻ വേഗം കാലൊക്കെ എടുത്തു. ഇവിടെ ഇരിക്കുന്നവരൊക്കെ കുറേ നേരം കാല് വെച്ചിരിക്കുന്നൊക്കെ ഉണ്ട്. സംഭവം ഇതൊരു റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവരിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട്. നോക്കി ഇങ്ങനെ വെള്ളച്ചാട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആകമൊത്തോടെ കാണാൻ നല്ല രസാട്ടോ. പിന്നെ ഒരു മത്സ്യകന്യകയുടെ പ്രതിമേനൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മത്സ്യകന്യകനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അവിടെയും കുറേ വെറൈറ്റീസ് ഓഫ് മീനുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു റെസ്റ്റിംഗ് സ്ഥലമാണ്. അത് പറയാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ അവിടെ നമുക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി കഴിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു തണുപ്പ് രാജ്യത്തോട്ടാണ് പോകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു തീം വൈസ് ആണ് ഇവർ ഓരോന്ന് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു തണുപ്പ് രാജ്യം ബേസിലാണ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കുറേ പെൻഗ്വിൻസിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ മീനുകളൊക്കെ കാണാം. അപ്പോൾ മഴയായ കാരണം തോന്നുന്നു അവർ എ സി ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുക, കുറച്ചിട്ടിരിക്കുകയൊക്കെ എന്തോ ആയിരുന്നു. എനിക്ക് ഭയങ്കര ചൂടാണ് എടുത്തിരുന്നത് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് പോകണത് നമ്മളൊരു ഷാർക്കിൻ്റെ വായയുടെ ഉള്ളിൽ കൂടെ പുറത്തിറങ്ങണ പോലെയാണ്. അപ്പോൾ ഞാനതിൻ്റെ പല്ലിൻ്റെ മൂർച്ചക്കൊന്ന് തൊട്ടൊക്കെ നോക്കിയിരുന്നു, എത്ര മൂർച്ചിട്ടുണ്ടെന്ന് അറിയാനൊക്കെ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ ഓരോ മീനിൻ്റെ ഓരോ എക്കോരത്തിൻ്റെ അവിടെ ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, കൗണ്ട് എത്ര ഉണ്ടെന്ന് നോക്കേട്ടാ. പിന്നെ നമ്മൾ പോയത് റെയിൻ ഫോറസ്റ്റിക്കാണ്. റെയിൻ ഫോറസ്റ്റിക്ക് കയറുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ഡൈനോസറിൻ്റെ അസ്ഥി കൂടെയൊക്കെ വെച്ചിട്ട് അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ റെയിൻ ഫോറസ്റ്റ്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തത്, പക്ഷെ എന്ത് രസമല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ അവിടെയും വലിയ വലിയ മീനുകൾ കാണാം. ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ഇതിൻ്റെ ഇറങ്ങി ചെല്ലുമ്പോൾ താഴത്തൊരു വ്യൂ കാണാം. അവിടെ നിന്നാണ് കുറച്ചുകൂടി മീനെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെ അവിടെയൊക്കെ മൊത്തം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പിന്നെ താഴേക്ക് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ പിന്നെ കുറേ കളർഫുൾ ലൈറ്റുകൾ കണ്ടു. അതിൻ്റെ ഉള്ളിലൊക്കെ മീനുകളുണ്ട് കേട്ടോ. ഫൈറ്റർ ഇല്ലേ, നമ്മുടെ ഫൈറ്റർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ. വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റെയിൻ ഫോറസ്റ്റിൻ്റെ താഴ്ഭാഗം എന്ന് ഞാൻ പറഞ്ഞില്ലേ. താഴ്ന്നാണ് കുറച്ചും കൂടി നന്നായി മീനുകളെ കാണാൻ പറ്റാന്ന്. അപ്പോൾ റെയിൻ ഫോറസ്റ്റിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ. ഇതാണ് വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് അവിടെ. ഇത് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല എന്നിട്ട് ഞാൻ പോവായിരുന്നു. പിന്നെയാണ് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇത് ശ്വാസം വലിക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ കല്ലാന്ന് വിചാരിക്കും. അതിൻ്റെ പേരാട്ട സ്റ്റോൺ ഫിഷ് എന്നാണ് പേര്. പിന്നെ നമ്മുടെ ഷാർക്കുട്ടന്മാരെ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നോക്കി ഈ മീൻ നോക്കി നല്ല മേക്കപ്പ് ഇട്ട പോലെ ഉണ്ടല്ലേ. ഞാൻ ഈ മീനിൻ്റെ ഭംഗി നോക്കി നിൽക്കാറുണ്ട്. ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട പോലെയുണ്ട്, കണ്ണൊക്കെ എഴുതിയ പോലെയുണ്ട്. ഞാൻ അതിൻ്റെ കുട്ടിയാന്ന് തോന്നുന്നു, ആ നീല. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്കും ഞാൻ നടന്ന് ക്ഷീണിച്ചു. അതാണ് എൻ്റെ മുഖത്ത് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ മീനൊന്ന് തൊട്ട് നോക്കിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കണേ. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ പണ്ട് ചെന്നപ്പോൾ ഈ മീൻ ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അവരെ അത് നിർത്തി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നൊരു കാടിനുള്ളിലേക്കാണ്. അവിടെ കുറേ ഹണ്ടേഴ്സിനെ കാണാം.
കുറേ കുന്തം പിടിച്ച് നിൽക്കുന്ന ചേട്ടന്മാരെയും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ആൻഡ് നമ്മളിപ്പോൾ ഒരു അണ്ടർ വാട്ടർ എക്കോരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, നടന്ന് അപ്പോൾ നമ്മളുടെ തലയുടെ മേലെ കൂടെയും സൈഡിൽ കൂടെയൊക്കെ നമ്മൾ വലിയ വലിയ അലാമകൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് കാണാം. വേറെയും കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മുടെ അടുത്ത് കൂടെ വന്ന് പോകുന്ന പോലെ എനിക്കിങ്ങനെ തൊട്ട് നോക്കാതൊക്കെ തോന്നി. കാരണം നമ്മൾ തലയുടെ മേലെ കൂടെ ഒക്കെ പോകുന്ന ഇത്രയും അടുത്തായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ നല്ല രസമില്ല, എനിക്കൊരു കൗതുകമായിട്ട് തോന്നിയതൊക്കെ. പിന്നെ ഞാൻ പണ്ട് വന്നപ്പോൾ കുഞ്ഞു ഉണ്ണികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ എക്കോറത്തിനുള്ളിൽ കുറേ ചേട്ടന്മാർ സ്കൂബ ഡൈവ് ചെയ്യുന്ന ചേട്ടന്മാർ ഇങ്ങനെ ഹായ് ഒക്കെ കൊടുക്കട്ടോ, കുഞ്ഞു വാവുകൾക്കൊക്കെ അവരെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ചേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ആ ചേട്ടൻ അവിടെ അത് ക്ലീൻ ചെയ്യായിരുന്നു. എനിക്ക് ഹായ് ഒന്നും തന്നില്ല, അതിൻ്റെ ഒരു ചെറിയ പരിഭവം ഉണ്ട് എനിക്ക്. എന്നാലും പോട്ടെ, ചേട്ടൻ്റെ പണി എടുത്തോട്ടെ. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈശ്വരി മീനുകളെങ്ങനെ വന്ന് ഈ ചേട്ടനെ കടിച്ചാലോ, അങ്ങനെയൊക്കെ ഓരോരോ ചിന്തകൾ എന്താ ചെയ്യാം. പിന്നെ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ചിന്തിച്ചു, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്തൊട്ടാണാവും. അങ്ങനെ അകത്തുള്ള കാഴ്ചകൾ കഴിഞ്ഞ് ഇനി പുറത്തൊരു ഫിഷ് ഫീഡിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫിഷ് ഫീഡിങ്ങിന് മുമ്പ് നമ്മളടുത്ത് കൈ വാഷ് ചെയ്തിട്ട് വരാനൊക്കെ പറയും. ഇവർ കൊടുത്തു കഴിഞ്ഞിട്ടും കൈ വാഷ് ചെയ്യാനൊക്കെ പറയും കേട്ടോ. ഇവിടുത്തെ മീനുകളാണെങ്കിൽ ഒടുക്കത്താക്രാന്തി, ഇവരൊക്കെ ഇവരെ ഫീഡ് ചെയ്യാൻ വന്നിട്ടുള്ളതാട്ടോ. പക്ഷെ ഇവരെ കാട്ടാൻ കണ്ടാതൊന്നും ഇവർക്ക് ഭക്ഷണമേ കിട്ടുന്നില്ല എന്ന്. അങ്ങനെ ഫിഷ് ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ബ്ലൂ വെയിലിന്റെ പിന്നിലായിട്ട് കുറെ സ്നാക്സ് ഒക്കെ വാങ്ങാൻ കിട്ടും. വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കും. ഇത്രയും നേരം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എന്തായാലും വിശക്കാണ്ടിരിക്കില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ട് ഷോപ്പ് ഉണ്ട് അവിടെ, ഒരു ചായക്കടയും അതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ട്രെയിനൊക്കെ കണ്ടു, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ കൊണ്ടുപോകാനാണെന്ന്. ഞാൻ ചെന്നപ്പോൾ ആരെയും കൊണ്ടുപോകാൻ കണ്ടില്ല. പിന്നെ കുറേ ആമേനെയും മൊയിലിനും ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ നമ്മളുടെ മറ്റേ ബലൂൺ വെച്ചിട്ട് ബലൂണിനെ ഷൂട്ട് ചെയ്ത് പൊട്ടിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് കിട്ടും, പക്ഷെ ഗിഫ്റ്റൊന്നുമില്ല, ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ 20 രൂപ കൊടുത്താൽ നമുക്ക് മീനെ പിടിക്കാം. അരിപ്പയിൽ മീനെ പിടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ കുറേ പേര് അവിടെ നിന്ന് പിടിക്കുന്നതൊക്കെ കണ്ടു. രസമായിരുന്നു കേട്ടോ, അത് കാണാനൊക്കെ രസമുണ്ട്. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഇത് ആക്ച്വലി എൻട്രൻസിലുള്ളതാണ് കേട്ടോ ചിൽഡ്രൻസ് പാർക്ക്. മഴയായ കാരണം തന്നെ പിള്ളേരൊന്നും അവിടെ കളിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഹൊറർ ഹൗസ് സെറ്റപ്പ് ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ പോയില്ല, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേറെ പോകാനാട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ മറൈൻ ഡ്രൈവ് വിശേഷങ്ങൾ.